ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയ ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് സ്കിൻ മാറ്റിയിട്ടും ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നന്നായിട്ട് അതിന്റെ പുറത്തെ മണ്ണും എല്ലാം കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചേർക്കാൻ. ഇനി 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 4 വിസിൽ വരുമ്പോൾ 5 മിനിറ്റ് നേരം ഒന്നുകൂടെ സിമ്മിലിടണം. പട്ടാണി വേവാൻ നല്ല ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ 4 വിസിൽ വന്നതിന് ശേഷം കുറച്ച് ടൈം 5 മിനിറ്റും കൂടെ നമ്മൾ സിമ്മിലിടുന്നത്. ഇപ്പോൾ കുക്കറിൽ 4 വിസിൽ വന്നതിന് ശേഷം കുറച്ച് ടൈമും കൂടെ നമ്മൾ സിമ്മിലിട്ട് കുക്കാക്കി എടുത്തിരിക്കുകയാണ്. തണുത്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. ഞാൻ 1/2